ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പേളി മാണി 2 ആഴ്ച മുന്നേ അവരുടെ ചാനലിൽ ഒരു ഇൻസ്റ്റൻറ്റ് കറി മിക്സിൻ്റെ പ്രൊമോഷണൽ വീഡിയോ ചെയ്തിരുന്നു. അത് ഒരുപാട് ദിവസം ട്രെൻഡിങ് ലിസ്റ്റിലുമായിരുന്നു. ആ പ്രോഡക്റ്റിൻ്റെ പേരാണ് കറീസ്. അതിലവർ പറയുന്നുണ്ട് ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാലോ. അവർ പറഞ്ഞതുപോലെ അത്രയ്ക്കും ഈസിയും ടേസ്റ്റിയുമായിരുന്നോ എന്നറിയാനൊരാകാംക്ഷ. അതുകൊണ്ട് ഞാനും അത് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. ഡക്ക് ഞങ്ങൾ കഴിക്കാറില്ല, അതുകൊണ്ട് ചിക്കനിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് നോക്കി. അപ്പോഴാണ് ബട്ടർ ചിക്കൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചിക്കൻ റെസിപ്പീസിൽ വെച്ച് ഏറ്റവും ടേസ്റ്റിയും അതുപോലെ ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ബട്ടർ ചിക്കൻ. അത് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് കേട്ടപ്പോൾ പിന്നൊന്നും നോക്കിയില്ല, അത് തന്നെ അങ്ങ് ഓർഡർ ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ കറീസിൻ്റെ ബട്ടർ ചിക്കൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ജെന്യുവനായ റിവ്യൂമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാട്ടോ ഓർഡർ ചെയ്തത്. ഇതുപോലത്തെ ഒരു പാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിൻ്റെ മുകളിൽ അൺറാപ്പ് യുവർ ഹാപ്പിനെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചിക്കൻ, ഇൻസ്റ്റൻറ്റ് കറി മിക്സ്, പിന്നെ കറീസിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ടേക്ക് ഹോം വിത്ത് യു, പിന്നെ വെജിറ്റേറിയൻ്റെ ഒരു സിമ്പിളുണ്ട്. ഇത് 8 പേർക്ക് സെർവ് ചെയ്യാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ 3H ആണ് ഇവർ പ്രോമിസ് ചെയ്യുന്നത്: ഹെൽത്തി, ഹൈജീൻ, ഹാപ്പിനെസ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കറീസ് നമ്മൾ ഏത് രീതിയിലാണ് കിച്ചണിൽ സഹായിക്കുന്നതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻ 3 സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വില 245 രൂപയാണ്. അതിൻ്റെ കൂടി ഷിപ്പിംഗ് ചാർജൊക്കെ ചേർത്ത് 299 രൂപയായിരുന്നു. ഇത് 300 ഗ്രാം ആണുള്ളത്. ഇത് നമുക്ക് സൂര്യൻ്റെ ചൂട് ഡയറക്റ്റ് പതിയാത്തിടത്ത് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പാക്കറ്റ് മാനുഫാക്ചറിങ് ഡേറ്റിൽ നിന്നും 18 മാസം വരെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിൽ നിന്ന് പകുതി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് ടൈറ്റായി അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. അത് 5 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കാനും ശ്രമിക്കണം. ഇനി ഈ ബോക്സിനുള്ളിൽ എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കറി മിക്സ്. നല്ലൊരു പാക്കേജിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് മാരിനേഷനാണ്. 400 ഗ്രാം ചിക്കൻ പീസിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി സ്റ്റെപ്പ് 2, 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്യണം. അതിലേക്ക് ചിക്കൻ ചേർത്ത് 3 മിനിറ്റ് വരെ വഴറ്റിയെടുക്കണം. പിന്നെ കറീസ് ഇൻസ്റ്റൻറ്റ് മിക്സ് ചേർക്കണം. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യണം. അതിനായി ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പത്തേക്ക് ആദ്യം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനായും ചേർക്കാം. ഇത് 3 മിനിറ്റ് വരെ വഴറ്റുക. ഇതിലേക്ക് കറീസിൻ്റെ മിക്സ് നമുക്ക് ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണമെന്നാണ്. 10 മിനിറ്റ് കഴിഞ്ഞു. ഗ്രേവി ഒന്ന് തിക്കാവുന്നത് വരെ ഇത് തുറന്നു വെച്ച് വേവിക്കാം. ഗ്രേവി തിക്കായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനമായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും സിമ്പിളാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നവർക്കറിയാം അതിലെന്തോരം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുവെന്നും അതിനുവേണ്ടി നമ്മൾ എത്ര ടൈം കിച്ചണിൽ ചിലവാക്കുന്നുണ്ടെന്നും. പക്ഷേ ഇത് ശരിക്കും എന്നെ ഞെട്ടിച്ചു. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടി നോക്കട്ടെ. ഇതിനോടൊപ്പം കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വാ, അടിപൊളി! ശരിക്കും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയുമില്ല. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരാൻ പോവുകയല്ലേ. ഈ പെരുന്നാൾ നമുക്ക് കറീസിനൊപ്പം ആഘോഷിക്കാം. ഇനി ഏത് ആഘോഷമായിക്കോട്ടെ, കുറഞ്ഞ സമയം അടുക്കളയിലും കൂടുതൽ സമയം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്.